നേര്യമംഗലം ചെമ്പൻകുഴിയിൽ ആന മറിച്ചിട്ട മരം വീണ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കളും രംഗത്ത്. ചെമ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ടെന്നും ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് 5ഓളം ക്രിമിനൽ കേസെടുത്ത് ജയിലിൽ വിടുകയാണ്. പ്രതിരോധിക്കുന്നവരെ, ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നവരെ ജയിലിൽ വിടുന്ന സംവിധാനമാണ് പുതിയ നിയമം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിയുടെയും തഹസീൽദാരുടെയും മുമ്പിൽ വെച്ചാണ് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒരു മാറ്റവുമില്ല. ഞങ്ങൾ മടുത്തു. ക്ഷമയുടെ നെല്ലിപ്പലക ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു പരിധി വിട്ട് വന്യമൃഗശല്യം ഉണ്ടായാൽ അവയൊക്കെ കൈകാര്യം ചെയ്യാൻ നല്ല നട്ടലുള്ള ആമ്പിള്ളേർ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നാട്ടിലെ ജനങ്ങളെന്നും സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നതെന്നും സമരാനുകൂലികൾ പറഞ്ഞു. ശമ്പളം വാങ്ങി ഓഫീസിലിരുന്ന് ചീട്ട് കളിച്ച് വെള്ളമടിച്ചിരിക്കുന്നതിന് പകരം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. വനപാലകരെന്ന നിലയിൽ ആ കാക്കി ദേഹത്തണിഞ്ഞാൽ നിങ്ങൾ മൃഗങ്ങളായി മാറരുത്. ഞങ്ങൾക്ക് സംശയമുണ്ട്. വനംവകുപ്പിനെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടർന്നും സംഘടിപ്പിക്കുമെന്നും വനപാലകരും ബന്ധപ്പെട്ട അധികാരികളും ഉടൻ പരിഹാരം കാണണമെന്നും സമരത്തിൽ ആവശ്യപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് നീണ്ടപാറ ചെമ്മൻകുഴിയിൽ വെച്ചാണ് കട്ടപ്പനയിൽ നിന്നും കോതമംഗലത്തേക്ക് മടങ്ങും വഴി MA കോളേജ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശിനി ആൻമേരി, അടിവാട് സ്വദേശി അൽത്താഫ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് മരം വീഴുകയായിരുന്നു. ആനക്കൂട്ടം മറിച്ചിട്ട പന റോഡരികിലെ മറ്റൊരു മരത്തിൽ വീഴുകയും മരത്തിന്റെ ചില്ലയൊടിഞ്ഞ് ആൻമേരിയുടെ മേൽ പതിക്കുകയുമായിരുന്നു. ഇരുവരെയും ഉടൻ തന്നെ നേര്യമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോതമംഗലം ബസേലിയസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ആൻമേരിയെ രക്ഷപ്പെടുത്താനായില്ല. അൽത്താഫ് പരിക്കുകളോടെ കോതമംഗലം ബസേലിയസ് ആശുപത്രിയിൽ തുടരുകയാണ്. സമരത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജെയ്സൺ, ജിൻസി മാത്യു, നീണ്ടപാറ കത്തോലിക്ക പള്ളി വികാരി ജോൺ ഒണേലിൽ, ചെമ്മൻകുഴി യാക്കോബായ പള്ളി വികാരി ബെൻ സ്റ്റീഫൻ മാത്യു കല്ലിങ്കൽ, കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ ജോസ്, BJP മേഖലാ സെക്രട്ടറി EM സജീവ്, RSP നിയോജക മണ്ഡലം സെക്രട്ടറി AC രാജശേഖരൻ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല, കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് സാർ പേര് പറഞ്ഞു. ഈ നാട്ടിലുള്ള സാര ആൾക്കാർ വീട് ഉപേക്ഷിച്ച് പോകണം, ഇങ്ങോട്ട് പോകണം. ഇത്ര കഷ്ടപ്പാടോടെയാണ് കടന്നു പോകണത്. ഇവിടെ വേറെ വേദനയുണ്ട്. ഇതിന് മറുപടിയുള്ള പാത്ത് തരുവാണെങ്കിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. പാലക്കാടിന്റെ കുട്ടിയാണ് മരണപ്പെട്ടത്. ഈ വഴി കടന്നു പോയെന്ന് മാത്രമേ. നിങ്ങളുടെ ഒരു സഹകരണമില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമല്ലോ. പ്രത്യേകിച്ച് നീണ്ടപാറ സ്ഥലത്ത് ആളുകൾ ഇന്ന് നിരന്തരം മൃഗശല്യത്തിൽ, പ്രത്യേകിച്ച് ആനകളുടെയും മറ്റു മൃഗങ്ങളുടെയൊക്കെ ശല്യം മൂലം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിരിക്കുകയാണ്. ആളുകളൊക്കെ സഹിക്കുന്നതിന്റെ അപ്പുറത്തേക്ക്, പരമാവധി അപ്പുറത്തേക്ക് കടന്നിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.